പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരു ദ്വയാന്വിത. കാമേശ, കാമങ്ങളുടെ ഈശൻ, അതായത് സർവകാമനകളുടെയും ഈശനായ ശ്രീ മഹാദേവൻ, ശ്രീ പരമേശ്വരൻ. ജ്ഞാത, ജ്ഞാത എന്നാൽ നോവർ, അതായത് എക്സ്പീരിയൻസർ. ദ കോൺഷ്യസ് സെൽഫ് എന്ന് പറയില്ലേ, അതായത് നമ്മളുടെ യാഥാർത്ഥ്യ ബോധം, അതാണ് ജ്ഞാത എന്ന രീതിയിൽ ഇവിടെ പറയുന്നത്. അതായത് റിയാലിറ്റിയെ റിയാലിറ്റി ആയിട്ട് നമ്മളെ മുന്നിൽ ആരാണോ എന്താണോ കാണിച്ചു തരുന്നത് അതറിയുന്ന ആളിനെയാണ് ജ്ഞാത. അപ്പോൾ ഇവിടെ കാമേശനെയാണ് ജ്ഞാത എന്ന് പറയുന്നത്. അപ്പോൾ കാമേശജ്ഞാത സൗഭാഗ്യ, സൗഭാഗ്യം നമ്മൾ പറയും ഭാഗ്യം സൗഭാഗ്യം, അതായത് എല്ലാവിധ സൗഭാഗ്യങ്ങളും തരണേ എന്ന് പ്രാർത്ഥിക്കും. അതായത് എല്ലാ വെൽത്തും ഹെൽത്തും എല്ലാം ഉണ്ടാവുന്ന അനുഗ്രഹം, ഫലപ്രാപ്തി, സമ്പദ് സമൃദ്ധി, നിറവ്, ഇതെല്ലാം സൗഭാഗ്യങ്ങളിലാണ്. അപ്പോൾ ഈ സൗഭാഗ്യ മാർദ്ദവോരു ദ്വയാന്വിത, സൗഭാഗ്യങ്ങൾ അറിഞ്ഞ കാമേശൻ, കാമങ്ങളുടെ അടക്കിയ ഈശ്വരനിലാണ് ഇതെല്ലാ സൗഭാഗ്യങ്ങളിലും വന്ന് നിൽക്കുന്നത്. അത് കാമേശന് അറിയുകയും ചെയ്യാം. എപ്രകാരം? മാർദ്ദവോരു ദ്വയാന്വിത, മാർദ്ദവമായ, അതായത് ഹംബിൾനെസ്, സോഫ്റ്റ്നെസ്, ജെന്റിൽനെസ്. നമ്മൾ ഭക്തിയിൽ, പ്രാർത്ഥനയിൽ, സാധന, ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിജിഡ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളിൽ കാമവാസനകളും ആങ്കർ എന്ന് പറയുന്ന ദേഷ്യവും കൂടിക്കൂടി വരും. എന്നിലും ഉണ്ട്, ഇല്ലെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ആ റിജിഡിറ്റി എന്നാണോ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ നിമിഷം നമ്മൾ സോഫ്റ്റായി. അറിയാതെ ഇതാണ് ഞാനെന്ന് പറയരുത്. അവിടെയാണ് കാമേശജ്ഞാത സൗഭാഗ്യ. ആ അറിവ് ഉണ്ടാവുന്ന ആ മൊമെന്റിൽ സോഫ്റ്റ് ആവും, നമ്മൾ ഹംബിളാവും, ജെന്റിലാവും, ദേഷ്യപ്പെടും, പക്ഷെ കാര്യത്തിനരിയും. അപ്പോൾ കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരു, ഉരു എന്നാൽ രണ്ട് തുടകൾ, തുട എന്നാണ് അർത്ഥം. അതായത് അറിയാമല്ലോ, തുടകൾ, കാലെ താങ്ങുന്ന തുടകളെയാണ് ഊരു. നമ്മൾ ഊരുബാഹു എന്ന് പറയില്ലേ. ആരെ? മഹാദേവനല്ല, പരമേശ്വരൻ്റെ ആ ജ്ഞാതനായ സുബ്രഹ്മണ്യനെ ഊരുബാഹു എന്നാണ് പറയുന്നത്. അതായത് ഊരുക്കളിൽ കൈവച്ചു നിൽക്കുന്ന ആരോ ഊരുബാഹു. അപ്പൊ ഇവിടെ ഊരു എന്നാൽ തുടകൾ, തുടകളെ കാണിച്ചുകൊണ്ടല്ല അമ്മ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, ഇത് സെക്ഷുവലി അല്ല, തികച്ചും സ്പിരിച്വലി, കോൺഷ്യസ്ലി നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഊരു, രണ്ട് ഊരുക്കളും അത്ര തന്നെ മാർദ്ദവത്തോടുകൂടി, അതാണ് ഞാൻ ആഴത്തിൽ പറഞ്ഞത്, അത്ര മാർദ്ദവത്തോടു കൂടിയുള്ള ഊരുക്കളെ അറിഞ്ഞതാരാണ് ഇവിടെ? ശ്രീ മഹാദേവനാണ്, നമ്മളല്ല. അപ്പോൾ അതിനെ ഫിസിക്കലി കാമേശൻ അറിഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ കൈൻഡ്നെസ്സോടുകൂടി മനസ്സിലാക്കിയ, ഉൾക്കൊണ്ട, അറിഞ്ഞ കാമേശജ്ഞാതൻ. അങ്ങനെയുള്ള കാമേശജ്ഞാതന്റെ മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത. മാണിക്യം നമുക്കറിയാം, ദ പ്രൈസ്ലെസ് ജെംസ്. അമ്മയുടെ പ്രൈസ്ലെസ് ജെംസ് ആരാണ്? നമ്മൾ തന്നെയാണ്. അങ്ങനെയുള്ള നമ്മൾ മാണിക്യ മകുട, മകുട എന്നാൽ കിരീടം. കിരീടം എന്ന വാക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു രാജ്യം വരുന്നു, രാജ്ഞിയോ രാജാവോ വരുന്നു. അപ്പോൾ കിരീടത്തിൻ്റെ ആകാരത്തിലുള്ള ഈ ശരീരമെന്ന സാമ്രാജ്യത്തെ ജാനുക്കളാണ് താങ്ങുന്നത്. ജാനുക്കൾ എന്നാൽ മുട്ടുകൾ, നമ്മളുടെ മുട്ടുകൾ. അതാണ് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുട്ടുകുത്തിച്ചു. അതായത് ഈ രാജ്യത്തെ മുട്ടുകുത്തിച്ചു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നാൽ ഈ രാജ്യം നിനക്കുള്ളതാണ് എന്ന്
ഉറപ്പിക്കലാണ് മുട്ടുകുത്തൽ. അപ്പോൾ ഇവിടെ 2 ജാനുക്കൾ മാണിക്യമകുടങ്ങളായി മുട്ടുകുത്തപ്പെടുന്നു. എന്നിട്ട് വിരാജിതമായ മുട്ടുകളാണ്. നമ്മുടെ ഈ രാജ്യത്തെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന 2 ജാനുക്കളെയും വിരാജിതമായ ജാനുക്കളെ മുട്ടുകുത്തുക എന്നാൽ ആ ഫിസിക്കലി അർത്ഥത്തിൽ എടുക്കരുത്. നമ്മൾ അത്ര അറിവുള്ള ആളുകളായി മാറി നമ്മളുടെ സകല അറിവുകളും സോഫ്റ്റ്നെസ്സോടുകൂടി, ജെന്റിൽനെസ്സോടുകൂടി, കൈൻഡ്നെസ്സോടുകൂടി അമ്മയുടെ പാദങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എന്നാൽ കാമങ്ങളുള്ള നമ്മൾ കാമേശനായി മാറും. ഇതാണ് ഈ വരികൾ. കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.